ഓരോ കാലഘട്ടത്തിലും കോൺഗ്രസിന് ഒരു മുഖമുണ്ടായിരുന്നു. കെ കരുണാകരനും എ ആന്റണിയും ഉമ്മൻചാണ്ടിയുമൊക്കെ ആ മുഖങ്ങളായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃനേതാവ് ആരെന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് പാർട്ടിയെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. 2023 ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിന് ശേഷം പുതുപ്പള്ളിയുടെ പുതിയ MLA ആയി ആരെ മത്സരിപ്പിക്കണമെന്ന കോൺഗ്രസിൽ ചർച്ചയ്ക്ക് അധിക ആയുസ് ഉണ്ടായിരുന്നില്ല. അതായത് ഉമ്മൻചാണ്ടിക്ക് പകരക്കാരൻ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്താൻ KPCCക്ക് വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു. അങ്ങനെ പുതുപ്പള്ളിയുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി ചാണ്ടി ഉമ്മൻ ആ സ്ഥാനത്തേക്ക് എത്തുന്നു. മത്സരത്തിൽ വിജയിച്ച് MLA ആയി തന്നെ ഒതുങ്ങി നിൽക്കുമെന്ന് വിചാരിച്ചിരുന്ന കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് ചാണ്ടി ഉമ്മൻ MLA സ്ഥാനത്തിന് പുറത്തു നിന്ന് പാർട്ടിയെ വളർത്തുവാൻ വേണ്ടി കേരളം മുഴുവനും ഇടപെടൽ നടത്തുന്നത് മാനസികപരമായി തളർത്തി. അതിൻ്റെ ബാക്കി പത്രം എന്ന പോലെയാണ് ഔട്ട്റീച്ച് സെല്ലിൻ്റെ നേതൃത്വത്തിൽ നിന്ന് പോയത് എന്നും കരുതാവുന്നതാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ചാണ്ടി ഉമ്മനും ചില സ്വാധീന മേഖലകളുണ്ട്. പിതാവിൻ്റെ പാത പിന്തുടരുന്ന ചാണ്ടി ഉമ്മന് അദ്ദേഹത്തിൻ്റെതായ ചില വഴികളുണ്ട്. അന്നും ഇന്നും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാണ്ടി ഉമ്മനെതിരെ ചില ആരോപണങ്ങൾ അദ്ദേഹം വിജയിച്ചതിന് ശേഷം ഉയർന്നിരുന്നു. എണ്ണിപ്പറഞ്ഞാൽ പ്രധാനമായൊരു 5 ആരോപണങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയിലും അദ്ദേഹത്തോടൊപ്പം നിറസാന്നിധ്യമായി ഉണ്ടായിരുന്നു ചാണ്ടി ഉമ്മൻ. അത്തരത്തിൽ ഇന്ത്യയുടെ ഹൃദയം തൊട്ടറിയുവാനുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ചാണ്ടി ഉമ്മന് തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുവാനും കഴിയും. ഒന്നാമത്തെ ആരോപണം, പുതുപ്പള്ളി എന്ന മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം MLA ആയതിനെ മരണാനന്തര അവകാശം, ആശ്രിത നിയമനം എന്നെല്ലാമാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള വിശേഷണങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ആകാശത്ത് നിന്നും പൊട്ടിവീണ ഒരു രാഷ്ട്രീയ നേതാവാണ് ചാണ്ടി ഉമ്മൻ എന്ന് രാഷ്ട്രീയം നിരീക്ഷിച്ചു പോകുന്ന ആർക്കും പറയാനാകില്ല. ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് ചാണ്ടി ഉമ്മൻ തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകിയത്. 2006-2007 സെന്റ് സ്റ്റീഫൻസ് കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായിരുന്നു ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏട് ആരംഭിക്കുന്നത്. 2000 NSUI സംസ്ഥാന സെക്രട്ടറിയായി. 2013 കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി. കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ നിയോഗിച്ചപ്പോൾ ആ കർത്തവ്യം കൃത്യമായി ചെയ്തു. 2022 യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിൻ്റെ ദേശീയ ചെയർമാനായി നിയമിക്കപ്പെട്ടു. KPCC നിർവാഹക സമിതി അംഗമായി. യൂത്ത് കോൺഗ്രസിൽ ഷാഫി പറമ്പിൽ പ്രസിഡന്റായ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറിയായി ചാണ്ടി ഉമ്മനെ മത്സരിപ്പിക്കണമെന്ന് ഉമ്മൻചാണ്ടിയോട് പലരും ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. മറ്റൊരാളുടെ അവസരം അത് നഷ്ടപ്പെടുത്തുമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വാദം. നിരവധി ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ചാണ്ടി ഉമ്മനെ മത്സരിപ്പിക്കണമെന്ന് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് പലരും ആവശ്യപ്പെട്ടപ്പോഴും അന്നും ഉമ്മൻചാണ്ടി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ചാണ്ടി ഉമ്മന് എതിരായുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആരോപണം, ഉമ്മൻചാണ്ടി വളർത്തിയെടുത്ത ഏതാനും യുവ നേതാക്കന്മാർ ഇന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ പൈതൃകം തനിക്കു മാത്രം അവകാശപ്പെട്ടതാണ് എന്ന മട്ടിൽ ചാണ്ടി ഉമ്മൻ അവരുമായി അകന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ അകറ്റി നിർത്തുന്നു എന്നതാണ്. അതിനും ചാണ്ടി ഉമ്മൻ്റെ പക്കൽ കൃത്യമായ മറുപടിയുണ്ട്. ഉമ്മൻചാണ്ടി കോൺഗ്രസിലെ ഏതാനും നേതാക്കളുടെ മാത്രമല്ല, തൻ്റേതുമല്ല, അതിനും അപ്പുറത്തേക്ക് സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു നേതാവാണ്. ഒരു മകനെന്ന രീതിയിൽ ചാണ്ടി ഉമ്മന് അതിൽ വലിയ അഭിമാനവുമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ മറ്റാരും അറിയാതെ നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതെല്ലാം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ രൂപം നൽകി ചാണ്ടി ഉമ്മൻ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതിനുള്ള അവകാശം തനിക്കുണ്ട് എന്ന ഉറച്ച ബോധ്യവും അദ്ദേഹത്തിനുണ്ട്. ഉമ്മൻചാണ്ടി എന്ന വ്യക്തി നിരാലംബരായ സാധാരണക്കാരായ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ താൻ തുടരുക തന്നെ ചെയ്യുമെന്നും അടിവരയിട്ട് പറയുന്നു ചാണ്ടി ഉമ്മൻ. ഓർമ്മയിൽ ഉമ്മൻചാണ്ടി എന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അമിതമായി പുകഴ്ത്തിയെന്ന വിമർശനമാണ് ചാണ്ടി ഉമ്മനെതിരായുള്ള അടുത്ത ആരോപണ അമ്പ്. അന്ന് അവിടെ നടത്തിയത് രാഷ്ട്രീയപരമായ ഒരു പ്രസംഗമായിരുന്നു, വ്യക്തിപരമായുള്ള അഭിപ്രായമായിരുന്നു എന്നും ആ അഭിപ്രായത്തിൽ ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുമാണ് അതിനുള്ള ചാണ്ടി ഉമ്മൻ്റെ വ്യക്തമായ മറുപടി. മറ്റൊരു ആരോപണം ഉമ്മൻചാണ്ടിയെയും ചാണ്ടി ഉമ്മനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ളതാണ്. പുതുപ്പള്ളിയിൽ എവിടെ മരണമുണ്ടായാലും വിവാഹം നടന്നാലും 2 ദിവസം വൈകിയാലും അവിടെ എത്തുക എന്നതിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. എന്നാൽ
ചാണ്ടിയുമ്മൻ ഇക്കാര്യത്തിൽ ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നും അഖിലേന്ത്യാ യാത്രകളിലും അന്തർദേശീയ യാത്രകളിലുമാണെന്നും മണ്ഡലം പ്രസിഡന്റുമാർ വരെ വിമർശിക്കുന്നതായി ആരോപണം. അങ്ങനെ ഉണ്ടായാൽ 2026 ഒരുപക്ഷെ കഷ്ടിച്ചു മാത്രമേ ചാണ്ടിക്ക് ജയിക്കുവാനുള്ള സാധ്യതയുള്ളൂ എന്നും ചിലപ്പോൾ ജയിക്കുവാനും സാധ്യത ഉണ്ടാകില്ല എന്നും പറയുന്നവരുണ്ട്. ഈ ആരോപണം ഏതോ കേന്ദ്രത്തിൽ നിന്ന് തൽപര കക്ഷികൾ പ്രചരിപ്പിച്ചു വരികയാണ് എന്നാണ് ചാണ്ടിയുമ്മന്റെ വാദം. പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കറിയാം എൻ്റെ നാടിനോട് എനിക്കുള്ള സ്നേഹവും ആത്മാർത്ഥതയും. അതുകൊണ്ട് അതിൽ എനിക്ക് തെല്ലും ഭയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കുപ്രചരണങ്ങളൊക്കെ നടക്കുമ്പോഴും ലോക്സഭാ ഇലക്ഷനിൽ കോട്ടയം മണ്ഡലത്തിലെ മികച്ച ഭൂരിപക്ഷം, അതായത് 27,100 വോട്ടുകളുടെ ഭൂരിപക്ഷം ഫ്രാൻസിസ് ജോർജ് പുതുപ്പള്ളിയിൽ നേടിയത്. മണ്ഡലത്തിലുള്ളപ്പോൾ കല്യാണ വീടുകളിലും മരണ വീടുകളിലും എല്ലാം ഓടിയെത്താൻ ശ്രമിക്കാറുണ്ട്. ഞാൻ MLA ആയി ജയിച്ച ഉപതെരഞ്ഞെടുപ്പിൽ എൻ്റെ പിതാവ് ഉമ്മൻചാണ്ടിക്കെതിരായി ഇത്തരത്തിൽ ചില കേന്ദ്രങ്ങൾ അഴിച്ചുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം വികസനവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. 50 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ എന്ത് വികസനം കൊണ്ടുവന്നു എന്നതായിരുന്നു അവരുയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. 2016 ഭരണമാറ്റത്തിന് ശേഷം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളോടെല്ലാം മനഃപൂർവമായ നിഷേധാത്മക സമീപനം പിണറായി സർക്കാർ കാണിച്ചിരുന്നു. അതുകൊണ്ട് പുതുപ്പള്ളിയുടെ വികസനത്തെ പറ്റി എനിക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ട്. അത് നടപ്പിലാക്കുവാൻ പുതുപ്പള്ളിയിൽ മാത്രം ഇരുന്നാൽ നടക്കില്ല. പുതുപ്പള്ളിയെ ഒരു സ്പോർട്സ് ഹബ്ബാക്കി മാറ്റണം. ഒരു IT ഹബിനുള്ള സാധ്യത ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ ഏറെയുണ്ട്. അതിന് സർക്കാരിൻ്റെ സഹകരണം ഉണ്ടായില്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹായം തേടേണ്ട ആവശ്യകത ഏറെയാണ്. അതിനാൽ രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. ആ യാത്രയുടെ റിസൾട്ട് ഉണ്ടാക്കി കാണിക്കാൻ അല്പ സമയവും എടുക്കും. അതുവരെയുള്ള ഇത്തരത്തിലുള്ള പരിഹാസങ്ങളെ താൻ മുഖവരയ്ക്ക് എടുക്കുന്നില്ല എന്നാണ് ചാണ്ടിയുമ്മൻ ഈ വിഷയത്തിൽ പറയുന്നത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഭാഗമായുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളും 2022 യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ ദേശീയ ചെയർമാനായി അവസരം ലഭിച്ച ശേഷം രാജ്യത്തെ ഒട്ടുമിക്ക ഇടങ്ങളിലും യാത്ര ചെയ്യേണ്ടതായും വന്നിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ആ ചുമതലയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതെന്നും ചാണ്ടിയുമ്മൻ പറയുന്നു. ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയതിൽ സങ്കടമില്ല, എന്നാൽ സ്വന്തം പിതാവിൻ്റെ ഓർമ്മ ദിവസത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിൽ സങ്കടമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അച്ചൂമ്മൻ്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത വിവാദം. സഹോദരി അച്ചൂമ്മൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് ചാണ്ടിയുമ്മന് വലിയ എതിർപ്പുണ്ട് എന്നതാണ് വിമർശനം. കുടുംബത്തിൽ നിന്ന് സഹോദരിമാരാരും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കേണ്ട എന്ന തീരുമാനം പിതാവിൻ്റെതായിരുന്നു. അത് ഇരുവരും അംഗീകരിച്ച് മാറി നിൽക്കുന്നതായിരുന്നു എന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കുന്നു. അവരോട് രാഷ്ട്രീയത്തിലേക്ക് വരണ്ട എന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല. അവരുടെ ഭാവി തീരുമാനിക്കുവാനുള്ള അവകാശം അവർക്കുണ്ട് എന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കുന്നു. ഈ വിമർശനങ്ങളോടെല്ലാം വളരെ സൗമ്യമായി തന്നെ ചാണ്ടിയുമ്മൻ പ്രതികരിക്കുകയും ചെയ്യുന്നു. എന്തായാലും എല്ലാ വികസനങ്ങളെയും ഏറ്റുവാങ്ങിക്കൊണ്ട് വേണ്ടത് സ്വീകരിച്ച തള്ളിക്കളയേണ്ടവയെ തള്ളിക്കളഞ്ഞ് വികസന മുന്നേറ്റങ്ങളുമായി മുൻപോട്ട് പോകുക എന്ന് തന്നെയാണ് ചാണ്ടിയുമ്മൻ്റെ തീരുമാനം.